കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടൊരു വാർത്തയാണ് സലിംകുമാറേട്ടൻ്റെ മരണചടങ്ങിൽ ഈ ഓൺലൈൻ മീഡിയസൊക്കെ തള്ളിക്കയറിയപ്പം ചന്തു, അതായത് സലിംകുമാറേട്ടൻ്റെ മോൻ, അവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയും അങ്ങനെയുള്ളൊരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അപ്പം ഞാനും ഇത് ഓൺലൈനിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഞാൻ ഇതിനിടയ്ക്ക് വെച്ച് വേറെ 2-3 ആൾക്കാർ അതിനെതിരെ സംസാരിച്ചപ്പോഴൊരു കാര്യം മനസ്സിലായത്, നമ്മളെന്താണ് ചിന്തിക്കുന്നത്, നമുക്ക് കണ്ടൻറ്റ് വേണം, മനസ്സിലായില്ലേ? നമ്മൾ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അത് ഇടയ്ക്ക് വെച്ച് എനിക്കും ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മൊബൈൽ എടുക്കുക, ഷൂട്ട് ചെയ്യുക. അവരുടെ മാനസിക അവസ്ഥ നമ്മൾ നോക്കുന്നില്ല, ഒന്നും നമ്മൾ അവിടെ ശ്രദ്ധിക്കും. നമുക്കെന്താണ്, കണ്ടൻറ്റ് വേണം. ആ ഒരു ചിന്താഗതി എനിക്കും ഉണ്ടായിരുന്നു ഒരു ഇടക്കാലം വരെ. എന്നുവെച്ചാൽ ഈ വാർത്തയ്ക്ക് ശേഷമാണ് എനിക്ക് ആ ഒരു ബോധോദയം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മുൻപ് ഞാൻ ഇത് പറയാൻ കാരണം, ഒരു ആക്സിഡൻറ്റ് ഞാൻ ലൈവായിട്ട് കണ്ട്. വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു ബൈക്കുകാരൻ, ഒരു ഓവർ സ്പീഡിൽ വന്ന പയ്യനാണ്. ഒരു പയ്യൻ 2 പേര് ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് അവന് മറിഞ്ഞ് വീഴുന്നത്. അപ്പോൾ ഒരു ലേഡിക്ക് ആക്സിഡൻ്റായി, ഒരു പ്രായം ചെന്നൊരു ചേട്ടൻ ആക്സിഡൻറ്റ്. 2 വണ്ടിയിൽ വന്നവരാണ്. അപ്പോൾ ലേഡിയുടെ കാലൊക്കെ ഒടിഞ്ഞ് തൂങ്ങി. അപ്പോൾ ആ സമയത്ത് അവിടെ ആൾക്കാർ ഓടിക്കൂടുന്നുണ്ടെങ്കിലും എൻ്റെ ചിന്താഗതി എന്താണെന്ന് പറയുമ്പോൾ, കണ്ടൻറ്റ്. ഞാൻ മൊബൈലെടുത്ത് ഉടനെ ഷൂട്ട് ചെയ്ത്, അവരടുത്തോട്ട് ഞാൻ പോയില്ല, ഇച്ചിരി മാറി നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. എന്താ വെച്ചാൽ എനിക്ക് വ്യൂസ് കിട്ടണം, വരുമാനം ഉണ്ടാവണം, ആ ഒരു ചിന്താഗതിയിലോട്ടായിപ്പോയി ഞാൻ. പക്ഷേ ഞാൻ തള്ളിക്കയറാൻ പോയില്ല അതിൻ്റെ ഇടയിലോട്ട്. അപ്പോൾ ഇതിൻ്റെ ധൈര്യം എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ഞാൻ അന്ന് എനിക്ക് അവിടെ വേറെ ഒരു എന്താ പറയുക, അവരെ മാനസികാവസ്ഥയോ അവരെ വേദനയോ അവരെ വിഷമമോ ഒന്നും ഞാൻ നോക്കില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് മൊബൈൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ സ്ഥലം വിട്ട്. അപ്പോഴും അവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുക കണ്ടൻറ്റ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ മരണ വീട്ടിലും സംഭവിച്ചൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സലിംകുമാറിൻ്റെ വീട്ടിൽ അവിടെ ചെന്ന സമയത്ത് ഈ മൊബൈലും കൊണ്ട് പോകുന്നവർ അവിടെ മെയിനായിട്ട് അവർ നോക്കുന്നതെന്ന് വെച്ചാൽ ആ സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ മരണ വീട്ടിൽ അവിടെ വിഷമിച്ചിരിക്കുന്നവരുടെ അവരെ മാനസികാവസ്ഥയെ ഒന്നും ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. ഇവർക്കെന്താണ് കണ്ടൻറ്റ്. സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ അവരെ ഫേസ് വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇവർക്ക് റീച്ച് ആവുകയാണ്, മനസ്സിലായില്ലേ? ഇവർക്ക് നല്ല റീച്ച് ആവുകയാണ്, സാധനം നല്ലപോലെ കത്തിക്കയറും. അപ്പം അവിടെ സലിംകുമാറിൻ്റെ കുടുംബക്കാരോ സലിംകുമാറിൻ്റെ മോനോ മറ്റ് ബന്ധുക്കളോ ഇവരുടെ വിഷമമോ ഇവരുടെ എന്താ പറയുക, അവരെ ആ ഒരു മാനസികാവസ്ഥയൊന്നും ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. ഇവർക്ക് വേണ്ടത് കണ്ടൻറ്റ്. മരണോടായാലും എവിടെയായാലും അവർക്ക് കണ്ടൻറ്റ് കിട്ടിയാൽ മതി. ധൈര്യം എന്തെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ മൊബൈൽ പിടിച്ചുകൊണ്ട് ബാക്കിലാണ് നിൽക്കുന്നത്, നമ്മുടെ മുഖം ഇതിൽ കാണുന്നില്ല. അതൊരു ധൈര്യമാണ്, മനസ്സിലായില്ലേ? നമ്മളെ ഫേസ് കാണുന്നില്ല, നമ്മൾ മറ്റുള്ളവരുടെ ഫേസാണ് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും ഇവരാരും ശ്രദ്ധിക്കില്ല. ഇവരെന്താണ്, പിടിച്ച് ഒരു മൊബൈൽ എടുത്തുകൊണ്ട് അങ്ങ് നടക്കും. ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നിങ്ങൾ മൊബൈലും കൊണ്ടൊന്നും ഓടല്ല എൻ്റെ ബാക്കിൽ നിന്ന്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങളത് മനസ്സിലാക്കുക. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനും എന്താ പറയുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും വിഷയം കണ്ടു ഞാൻ എടുക്കാറില്ല, വീഡിയോ എടുക്കാറില്ല, ഒന്നിനും ഞാൻ പോകാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ നമുക്ക് സ്വയം മനസ്സിലാവാൻ പറ്റില്ല. മറ്റു ചിലർ പറയുന്ന സമയത്തായിരിക്കും നമ്മൾ ചിന്തിക്കണം, ഓ ശരിയാണല്ലോ അയാൾ പറഞ്ഞത്, നമ്മൾ എന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല. ഇപ്പോൾ ഓൺലൈൻ മീഡിയസ് എന്ന് പറഞ്ഞാൽ ആർക്കും തുടങ്ങാം, മനസ്സിലായില്ലേ? ആർക്കും ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാം, എന്ത് വീഡിയോ ഇടാം എന്നൊരു ധാരണയുണ്ട്. എന്ത് വീഡിയോ അതൊരിക്കലും നമ്മൾ പാടില്ല കേട്ടോ. എന്ത് വീഡിയോ ഇടാം എന്നൊരു ധാരണ നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നത്. നമുക്കൊരു വീഡിയോ ഇടാം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചു കൊണ്ടുള്ളതോ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലോ അവരെ മാനസിക അവസ്ഥ കണ്ടിട്ടുള്ള രീതിയിലുള്ള വീഡിയോകളൊന്നും നമ്മൾ ഇടാൻ പാടില്ല, മനസ്സിലായില്ല? അത് അവർ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടോ നമുക്ക് മനസ്സിലാവില്ല, അവർക്കത് മനസ്സിലാവും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. ഇങ്ങനെ മരണ വീട്ടിലേക്ക് പോയി തള്ളിക്കയറി നിന്നിട്ടുള്ള ഒരു വീഡിയോ എടുപ്പൊക്കെ മാക്സിമം ഒഴിവാക്കി. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരും മാറാനൊന്നും പോകുന്നില്ല. പക്ഷേ ചിലപ്പോൾ ഒരു 10 പേര് കേട്ടാൽ ചിലപ്പോൾ ഒരാൾ മാറിയാലോ, മനസ്സിലായില്ലേ? ഒരാൾ ചിലപ്പോൾ മാറിയില്ല. അതുകൊണ്ട് മാത്രം പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെ തള്ളിക്കയറേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് വീഡിയോ വേറെ കണ്ടൻറ്റായാലും കിട്ടും, നല്ല കണ്ടൻറ്റുകൾ വേറെയും വരും.
അപ്പോൾ മരണ വീടുകളിൽ പോയി നമ്മൾ എന്തിനാണ് ചുമ്മാ മറ്റുള്ളവരെ ശാപം പിടിച്ചു പറ്റുന്നത്? മാക്സിമം വീഡിയോ ചെയ്യുക, നമുക്ക് നല്ല നല്ല കണ്ടൻറ്റ് കിട്ടുക. അതുകൊണ്ട് മരണ വീട്ടിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പോകരുത്. മനസ്സിലായില്ലേ? ഇതിപ്പം മാനോ മയിലോ നീലക്കുയിലോ എന്നൊക്കെ പറഞ്ഞ കുറേ ചാനലുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇവരെല്ലാം കൂടെ ഇടിച്ച് കയറുന്ന ഒരു ടൈപ്പുകളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ളവരെ വായിലിരിക്കണ കേൾക്കാതെ നല്ല ഇതേപോലത്തെ സ്ഥലങ്ങളിൽ പോയി ഒന്നും കുത്തിക്കയറാതെ നല്ല നല്ല കണ്ടൻറ് ഇടാൻ ശ്രമിക്കുക. മാക്സിമം ആൾക്കാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുമായിരിക്കും. ഓക്കെ, നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.